രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ഫുൾ ബജറ്റാണ്. അവസാന ബജറ്റ് രണ്ടാം പിണറായി സർക്കാരിൻ്റെത് അടുത്ത ഫെബ്രുവരിയിലാണ്. പക്ഷെ അതൊരു വോട്ട് ഓൺ അക്കൗണ്ടാണ്. കാരണം ഏപ്രിൽ മാസത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ വരുന്ന 1.25 വർഷം വളരെ ക്രൂഷ്യലാണ്. ഈ വർഷത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് രാഷ്ട്രീയമായി കൂടി. അതുകൊണ്ടാണ് ഈ ബജറ്റിനെ സംബന്ധിച്ച് ഇത്രയധികം ആകാംക്ഷ ഉണ്ടാവുന്നത്. അതെ, തീർച്ചയായിട്ടും ഈ ആകാംക്ഷ ഉണ്ടാകുന്നതിന്റെ പല പല കാരണങ്ങളുണ്ട്. ഓരോ മേഖലകൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു റബ്ബർ കർഷകരുടെ കാര്യത്തിൽ റബ്ബറിന്റെ വില വർധനവ് അത് 220 രൂപയെങ്കിലും ആക്കണം എന്നൊരു ആവശ്യമാണ് ഉള്ളത്. അങ്ങനെ ഓരോ മേഖലയിലും ഉള്ളവർക്ക് ആവശ്യങ്ങൾ നിരവധിയാണ്. അങ്ങനെ എന്ത് മാറ്റങ്ങളാണ് ഓരോ മേഖലയ്ക്കായും വരുത്താൻ ഉദ്ദേശിക്കുന്നത്, എത്ര തുകയാണ് ഓരോ മേഖലയ്ക്കായും മാറ്റിവെക്കുന്നത്, ഇതൊക്കെയാണ്. ഒന്ന് വിദ്യാഭ്യാസം, കൃഷി, വ്യവസായം, സർക്കാർ ഉദ്യോഗസ്ഥർ, അങ്ങനെ തുടങ്ങി നീണ്ടു പോകുന്നു ആ നിര, അല്ലേ അഭിലാഷ്? ഓരോന്നും പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസികൾ. ഇപ്പോൾ റബ്ബർ വിലസ്ഥിരതാ ഫണ്ടിന് എത്ര, കേരള കോൺഗ്രസ് ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയാണ് കെ എം മാണിയുടെ പാർട്ടി. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ അണികൾ ചോദിക്കുന്നത് റബ്ബറിനെത്ര എന്നാണ്. അപ്പോൾ റബ്ബർ വിലസ്ഥിരതാ ഫണ്ടായി എത്ര എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജീവനക്കാരുടെ കാര്യം പറഞ്ഞല്ലോ, ജീവനക്കാരെ സംബന്ധിച്ച് ജീവനക്കാർക്ക് ഈ DA കുടിശ്ശിക ഉണ്ട് എന്നുള്ളത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാണ്. എന്തിന് CPIയുടെ സർവീസ് സംഘടന ജോയിന്റ് കൗൺസിൽ പോലും സമരം നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ ബജറ്റിൽ എന്തുണ്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയമായി കൂടി പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്, പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് ചേച്ചി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ബജറ്റ് വരാൻ പോവാണ്, വിലക്കയറ്റമൊക്കെ ഉണ്ടോ? വിലക്കയറ്റം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ബജറ്റ് വരുമ്പോൾ സാധാരണക്കാരുടെ ജീവിതഭാരം ലഘൂകരിക്കുന്ന എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒട്ടും ഇല്ലാത്ത ഒരു ഗവൺമെന്റായത്. അതുകൊണ്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ കൂടിയ വിലയ്ക്ക് തന്നെ പച്ചക്കറി വാങ്ങുന്നതാണ്. സാധാരണക്കാരെ അഫക്ട് ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും. സാധാരണക്കാരെ അഫക്ട് ചെയ്യും. പക്ഷെ ഇപ്പോൾ ഈ ഉൽപ്പന്നങ്ങളിലൊക്കെ GSTയിലാണ്. ധനമന്ത്രിക്ക് അതിലൊന്നും ചെയ്യാനില്ല. ഉണ്ടാവും, എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. നമ്മുടെ സ്റ്റേറ്റിന്റെ ബേസ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമായിരുന്നു, പക്ഷെ അത് ചെയ്യുന്നില്ല. എന്താണ് ബജറ്റിനെ സംബന്ധിക്കുന്ന ഒരു ബജറ്റിനെ കുറിച്ചെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈവനെ ഒരു ലേമാനും അറിയാം. ഇവിടെ നമുക്ക് സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. നമ്മുടെ തന്നെ ഇപ്പം പെട്രോൾ മറ്റ് സ്റ്റേറ്റുകളിൽ പോയി പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഇവിടത്തെ നിന്നും ഏതാണ്ട് 7 to 8 റുപ്പീസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാം. ഇപ്പോൾ സോഴ്സ് ഓഫ് ഇൻകം ഇല്ല, ഇത് ഒള്ളി ഐ വാഷ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പം തന്നെ കിഫ്ബിയുടെ അടുത്ത ഇത് ടോൾ വരെയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം, അതായത് ഗവൺമെൻറ് പൂർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മറ്റ് സ്റ്റേറ്റുകൾ, അവർ ജസ്റ്റ് മറ്റ് സ്റ്റേറ്റുകളിലൊന്ന് പോയി നോക്കിയാൽ മതി എങ്ങനെയാണ് അവിടെ നടക്കുന്നതെന്നുള്ളത്. ഇവിടെ നമുക്ക് ഇൻഡസ്ട്രീസോ വേറെ ഒന്നുമില്ല, ഒരു സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. പിന്നെ ആൾക്കാരെ നിന്ന് മാക്സിമം ലൂട്ട് ചെയ്യുക, അത് അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബഡ്ജറ്റിൽ നിന്ന് ഒരു എക്സ്പെക്ടേഷൻ, നല്ല പ്രതീക്ഷകളൊന്നുമില്ല. എന്താ ഒരു പ്രതീക്ഷയില്ല ഈ ബഡ്ജറ്റിൽ. അറിയാമല്ലോ, കേന്ദ്ര സർക്കാരിന് നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് കഴിഞ്ഞു, വളരെ പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങളുണ്ടായിരുന്നു. അതുമില്ല. ഇനി ഇവിടത്തെ നമുക്ക് അതുപോലെയൊക്കെ തന്നെ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ എന്തിനൊക്കെ വില കുറയും അല്ലെങ്കിൽ ജീവിതം കുറച്ചുകൂടി സുന്ദരമാവും അങ്ങനെയൊന്നുമില്ല. ഈ പെട്രോളിന് തന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെ പെട്രോൾ തന്നെ 2 രൂപ നമ്മൾ എക്സ്ട്രാ ഇവിടെ കൊടുക്കണം മറ്റ് സ്റ്റേറ്റിനുള്ളതിനെ കാലം. എന്നിട്ട് പോലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലും കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല. ആ വരുമാനം സർക്കാരിന് പൈസയില്ല. അത് തന്നെയാണ് കാര്യം. ഈ കിട്ടുന്ന കാശ് മൊത്തം ശമ്പളവും പെൻഷനും കൊടുത്ത്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സർക്കാരിന്റെ പൈസ ഇല്ല. വികസന പ്രവർത്തനങ്ങൾക്ക് യാതൊരു പൈസ ഇല്ലാത്തൊരു ഗതിയിലാണ് പോകുന്നത്. അപ്പൊ മൊത്തത്തിൽ പ്രതീക്ഷയായിട്ടിരിക്കുകയാണോ എല്ലാവരും? ആണോ പ്രതീക്ഷയായിട്ട് പോകാനുള്ളൊരു കാരണം മെയിനായിട്ട് സാധനങ്ങൾ ഓരോ ദിവസവും വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്കും വില കൂടി വരികയാണ്. ഇന്നത്തെ വിലയല്ല നാളത്തത്. ഇതിനെയൊക്കെ മറികടക്കാൻ എന്തായിരിക്കും സർക്കാർ ചെയ്യാൻ കഴിയുക? അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക. ഒരുപാട് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വേണം. നമ്മൾ ഒരുപാട് അനാവശ്യ ചെലവുകൾ വളരെ ദൂർത്താണ് നടക്കുന്നത്. ആ ദൂർത്ത് കുറേ കൺട്രോൾ ചെയ്യാമെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. ഒരു പരിധിവരെ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇവിടെ ചേട്ടന് അല്ല, ഈ ചോദ്യത്തിന് ശരിക്കും ധനസമാഹരണം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ഒരിക്കലും അവർ ചിന്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. രണ്ടാമത് ആരും പറയാത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. വളരെ പാവപ്പെട്ടവരായ ആൾക്കാരെ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല. എപ്പോഴും ഒരു മധ്യവർത്തികളെയോ അല്ലെങ്കിൽ മുന്നോക്കക്കാരെയാണ് എല്ലാ ബഡ്ജറ്റുകളും ശ്രദ്ധിക്കുന്നത്. ഏറ്റവും പാവപ്പെട്ടവർ ഇപ്പോൾ എനിക്ക് വളരെ അടുത്തറിയാവുന്ന 1-2 പേരുണ്ട്. RCCയിലൊക്കെ ചികിത്സ നേടുന്ന 1-2 പേരുണ്ട്. അവർക്ക് മരുന്ന് മേടിക്കാൻ പോലും കാശ്. അപ്പം ഈ മരുന്ന് മേടിക്കണമെങ്കിൽ തന്നെ അവിടെ ഗവൺമെൻറ് പണ്ട് KMSCL വഴിയൊക്കെ വിതരണം ചെയ്തിരുന്നു. ഇപ്പം അതൊന്നുമില്ല, ശരിക്കും ആ മരുന്നില്ല. അപ്പം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്ന് വീട് പണയം വെച്ചോ അല്ലെങ്കിൽ അവരുടെ ആഭരണം പണയം വെച്ചോ അല്ലെങ്കിൽ കഴിക്കാതിരിക്കുകയൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഈ ഒരു ആസ്പെക്റ്റ് ഒരു ബഡ്ജറ്റും ശ്രദ്ധിക്കുന്നില്ല. പണ്ട് കാരുണ്യ പദ്ധതിയൊക്കെ ഉണ്ടായത് വളരെ നല്ലതായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് പോലും ആരും സംസാരിക്കുന്നില്ല. അപ്പോൾ അക്കാര്യത്തിൽ വളരെ ഊന്നൽ നൽകണമെന്നാണ്. പക്ഷേ ഇപ്പോൾ വളരെ ലേറ്റാണ്. ഇനി
ഒന്നും മാറ്റമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. രണ്ടാമത് ധനസമാഹരണത്തിന് ഒരിക്കലും ശ്രദ്ധ കൊടുക്കുന്നില്ല. ഇപ്പോൾ ധനസമാഹരണത്തിന്റെ കാര്യം പറയുമ്പോൾ കിഫ്ബി റോഡിന്റെ ടോള് പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം റോഡാണ്. പക്ഷേ നിങ്ങൾ സമ്മതിക്കുമോ? ധനസമാഹരണം എന്ന് പറയുമ്പോൾ എങ്ങനെ ധനം സമാഹരിക്കുന്നതാണ്? അല്ലേ, അങ്ങനെ വരികയാണെങ്കിൽ ഒന്നും സമ്മതിക്കത്തില്ല. നമ്മളിപ്പോൾ 55 വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന 56 ആക്കിയപ്പോഴും ആൾക്കാർ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞൊരു ഭരണകൂടം പിന്മാറുകയല്ല ചെയ്യേണ്ടത്. ഭരണകൂടം ശക്തമായ നടപടികളിലൂടെ മാത്രമേ മുന്നേറാൻ പറ്റത്തുള്ളൂ. ഈ തമിഴ്നാട്ടിൽ നമുക്ക് വളരെ ഒരു എക്സാമ്പിളുണ്ട്. ജയലളിത കയറിയപ്പോൾ എല്ലാ സാലറീഡ് ക്ലാസിൻ്റെയും സാലറി പെട്ടെന്ന് വെട്ടിക്കുറച്ചു. ഫുൾ സമരമായിരുന്നു. പക്ഷെ അവർ നേരിട്ട് കഴിഞ്ഞാൽ ഈ പണം മുഴുവൻ അവർ വികസനത്തിനാണ്. അല്ല, ഇപ്പോൾ 64% ശമ്പളവും പെൻഷനും അതുപോലെ തന്നെ പലിശയ്ക്കുമായിട്ട് കൊടുക്കുന്നത്. വികസനത്തിന് 8% നമ്മുടെ മൊത്തം ചെലവിന് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ₹1 ഏതെങ്കിലും ആനുകൂല്യം കുറച്ച് ഇവിടെ വലിയ സമരം വരില്ലേ? സമരം നേരിടാൻ ഭരണകൂടം എന്ന് പറയുമ്പോൾ സമരം നേരിടാൻ തന്നെ തയ്യാറാകണം. സമരം കണ്ട് പേടിച്ചുകൂടാനല്ലല്ലോ നമ്മൾ എലക്ട് ചെയ്ത ആൾക്കാരെ. ഈ വെട്ടിക്കുറയ്ക്കൽ മാത്രമല്ലാതെ മറ്റേതൊക്കെ തരത്തിലുള്ള ധനസമാഹരണം കഴിയുമായിരിക്കും? ധനസമാഹരണത്തിന് ഇവിടെ വ്യാവസായികമായി ഇപ്പോൾ വളരെ അനുകൂലമായൊരു സാഹചര്യമാണ്. ഇപ്പോൾ സമരങ്ങളൊക്കെ വളരെ കുറവാണ്. വ്യാവസായികമായി ഇവൻ കൃഷിയെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. ഇപ്പോൾ കൃഷി വേണ്ടാന്ന് വെച്ചിട്ട് എല്ലായിടത്തും എങ്ങനെ പാടമൊക്കെ നികത്തിയെടുക്കാമെന്നുള്ളതാണ് ഏറ്റവും. അതിന് തന്നെ റൂൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. പാടം നികത്തലിനെ നമുക്ക് വളരെ ലഘൂകരിക്കാൻ. അപ്പം കൃഷി എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ നമ്മൾ മറന്നുപോയി. തീർച്ചയായും അങ്ങനെ ഒരുപാട് അതിലേക്കൊക്കെ നമുക്ക് വരാമെന്ന് തന്നെ വിചാരിക്കാം. കൃഷി, ധനസമാഹരണത്തിലുള്ള മറ്റ് മാർഗങ്ങൾ, വ്യവസായം, ഇതൊക്കെ ഈ നാട്ടിൽ ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം.